ആശാനെ, നമുക്ക് 5-8 ആടുകളൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പ് ചെയ്താലോ? എന്ത് പറയുന്നു? നിനക്ക് വല്ല പ്രാന്തുണ്ടോ? പണിയെടുത്ത് കാശുണ്ടാക്കുന്ന മെനക്കെട്ട പണിയാ. അയ്യോ, പോലീസ്! നമ്മൾ പെട്ടാശാനെ. അത് പോലീസൊന്നുമല്ല. നീ സ്പീഡ് കൂട്ടി സംശയം കൊടുക്കല്ലേ. സ്പീഡ് കൂട്ടി സംശയം കൊടുക്കല്ലേ. അല്ല, സ്പീഡ് കൂട്ടാൻ പറഞ്ഞിട്ട് ഞാൻ പലതും പറയട്ടെ. ഞങ്ങളല്ല, ഞങ്ങളല്ല, നിങ്ങൾ. ഐ മീൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ. വിറയ്ക്കുന്നുണ്ടല്ലോ. തണുത്തിട്ടാ. എന്താ നിങ്ങക്ക് വേണ്ടത്? എന്താ കാര്യം? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അത് പിന്നെ ഞങ്ങളിവിടെ വന്നത്. അല്ല, ഈ കൊച്ചുവെളുപ്പാൻ കാലത്ത് സുഖമില്ലാത്ത നിങ്ങൾ, വയ്യാത്ത നിങ്ങളുടെ അച്ഛനെയും പുര നിറഞ്ഞു നിൽക്കുന്ന പ്രാരാബ്ദങ്ങളെയും വിട്ട് കഷ്ടിച്ചൊരു ക്വാർട്ടറിന് പോലും കാശില്ലാത്ത മിസ്റ്റർ ദുരൈരാജ് പോയിക്കോളൂ. அவரு தன்னை நீங்க அவங்க தான். ஐயோ, கை ஓடல, காலு ஓடல, என்ன பண்றது? எங்க போகாதுங்க, இங்கே நில்லுங்க, நான் வண்டி எடுத்துட்டு வரான். ஜீசஸ், ஜீசஸ், ആശാൻ എങ്ങനെ അയാളുടെ ഫുൾ ബയോഡാറ്റ അറിയാം? എടാ, ലോകത്ത് പ്രാരാബ്ദങ്ങളില്ലാത്ത ഏതെങ്കിലും കോടീശ്വരനായ കുതിരവണ്ടിക്കാരനുണ്ടോ? എന്റെ അറിവിലില്ല. കുതിരവണ്ടിയിൽ പേര് കണ്ടില്ലേ? വെരി സിമ്പിൾ. ഏറ്റല്ലോ ഏറ്റ പോലെ. എന്നാ വലിയ ഇയാൾ എന്തോ കാണിക്കുന്നേ? അമ്മാനോട് വന്ന 2 കെട്ട് കിട്ടി. കിട്ടിയത് പോയി. ആ ഗബ്രിയേൽ അച്ഛനെ ഒന്ന് വിളിക്കാന്ന് വെച്ച ഈ നശിച്ച റേഞ്ച് കാരണം അവര് താനെന്ന് ഉനക്ക് ഉറപ്പാ? എന്ന മുതലാളി ഇപ്പടി പേசுறது? കന്യാസ്ത്രീമാരുടെ വണ്ടിയിൽ അവങ്ക വന്ന് ഇറങ്ങുന്ന ഞാൻ പാത്തതാനേ. കന്യാസ്ത്രീമാരുടെ വണ്ടിയിലാ വന്ന് ഇറങ്ങിയെങ്കിൽ അത് ഉറപ്പായിട്ടും അച്ഛന്മാർ തന്നെ ആയിരിക്കും. വേറെ കിറുക്ക് പയല്. പിന്നെ മുതലാളി, என்னுடையும் என் ஃபேமிலியுடையும் எல்லா കാര്യങ്ങളും அவங்க കറക്റ്റാ சொல்லியாச்சு. മാത്രമല്ല, നിന്റെ കയ്യിൽ കറക്റ്റ് 17 കിലോ മാത്രമല്ല ഉണ്ടായിരുന്നു. ഒരു ക്വാർട്ടർ സൽസയ്ക്ക് എത്ര? 24 രൂപ. അതും കൃത്യമായി ഒരു ഒറ്റ നോട്ടത്തിൽ അവർ അറിഞ്ഞു. അതും പുരോഹിതന്മാർക്കേ എങ്ങനെ പറയാൻ സാധിച്ചു? ദിവ്യ ഉണ്ണിയ അല്ല, ദിവ്യദൃഷ്ടി. ഒമ്മിച്ച മുതലാളി പറഞ്ഞത് നേരാ. ഇത് തനി റോമ. ഇനി അവര് തിരിച്ച് റോമിലേക്ക് തന്നെ പോയോ? ദുർരാജ്, അവരെങ്ങോട്ട് പോയിന്ന് ഉനക്ക് ഏതാവത് ഐഡിയ? അത് വന്ന് മുതലാളി കമ്പിളിപ്പാപ്പ കടയിലുണ്ട്, വേണോ? അതെല്ലാം എന്നാന്ന് പറയണോ? കമ്പിളി പതിച്ച് 2 പേര് പള്ളി മുറ്റത്ത് കിടക്കുന്നു. ഇപ്പൊ എന്തോ ചെയ്യും? എടുത്തു മാറ്റണോ? വാ വാ വാ, വേമ. കണി തന്നെ കുരിശാണല്ലോ. ഏതാ സ്ഥലം? എനിക്കൊരു ലൈറ്റ് ചായ. ദോശയും വടയും കൂടെ ആയാലോ? വേണ്ട, വട ഗ്യാസാ. അയ്യോ, വീടല്ലേ? പിന്നെ വീട്ടിലല്ലേ ഉറങ്ങാറെന്ന്. ഇത് എവിടെയത്? ആർക്കറിയാം. പാത്തിട്ട് പറയാം. കുതിരവണ്ടിക്കാരൻ പണി തന്ന ആശാനെ. ഇവിടുത്തെ സിസ്റ്റം ഇതാണെന്ന് തോന്നുന്നു. എന്ത്? ആദ്യം നാട്ടുകാർ കൈവയ്ക്കും, എന്നിട്ട് പോലീസിന് കൈമാറും. ഈശ്വര, ജയിലായിരുന്നു സേഫ്. ഇവിടെ നിൽക്കണ്ട, വാ. മുതലാളി ഇവങ്കട് തന്നെ. ഇനി എനിക്ക് ഓടാനും തല്ലുകൊള്ളാനും വയ്യ എൻ്റെ ആശാനെ. ഈ സമയത്ത് പ്രതീക്ഷ കൈവിടരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? എന്തെങ്കിലും ചെയ്യാം. ഒന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ് സമയം എന്താ? ഇവർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാവരും മുട്ടുകുത്തി. എന്തിനാണാവോ? ഇവരെനിക്ക് ഇതാവോ? ഇതെന്താ, ആഫ്രിക്കയോ?
ദൈവമേ, പിടികൊടുത്താലോ? നിനക്കെന്താ ഇത്ര തിരക്ക്? അച്ഛന്മാരെ, എനിക്കിങ്ങനെ അധിക നേരം മുട്ടേ നിൽക്കാൻ പറ്റില്ല. വാദത്തിന്റെ അസുഖമുള്ളതാ. നിങ്ങൾക്ക് പിന്നെ ഇത് ശീലമാണല്ലോ. ഞങ്ങളങ്ങ് എഴുന്നേറ്റോട്ടെ. ഓ, നന്ദി. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. കുരിശ് വരച്ച് എഴുന്നേറ്റോടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അയ്യാ, എന്റെ കുതിരയ്ക്ക് പോലും അടിവാരത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി ചിലപ്പോ തെറ്റും. ആദ്യമായി വരുന്ന ഇവങ്ക എങ്ങനെ കൃത്യമായി പള്ളിയിൽ തന്നെ എത്തി? റോമല്ലേ, റോം. നിങ്ങള് റോമിൽ നിന്ന് നേരിട്ട് വന്നതാണോ അതെയോ? ഞങ്ങളുടെ ഈ പള്ളിയിലേക്കായിട്ട് ഗബ്രിയേൽ അച്ഛൻ റോമിൽ നിന്ന് കൊണ്ടുവന്ന അച്ഛന്മാരല്ലേ നിങ്ങൾ? അല്ല, അത് നാങ്ക എല്ലാവരും കാത്തിരിക്കുവായിരുന്നു. നമ്മ കാലയില പാത്താച്ചില്ലേ അടിവാരത്ത് വെച്ച് എന്നോட കാര്യങ്ങളെല്ലാം കറക്റ്റാ சொல்லிய ஞானக்கல்ലുള്ള അച്ഛന്മാർ താ ഇവര്. അച്ഛന്മാരൊക്കെ ആണ്, എന്നാലും അതെ അതെ. ഞങ്ങള് ശരിക്കും റോമിൽ നിന്ന് വന്ന അച്ഛന്മാരാ. നമ്മുടെ ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞയച്ചതാ. അച്ഛന്മാരോ? ആ, ഇവര് ഞങ്ങളുടെ പൊന്നച്ഛന്മാര് എത്തിയല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തമ്പുരാൻ കാത്തു. എന്റെ കർത്താവേ, എത്ര നാളത്തെ കാത്തിരിപ്പല്ലയോ. ഓ, മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ, നല്ല ഉഗ്രൻ റോമാണെന്ന്. അപ്പൊ ഞാനോ? ഓ, അത് ഉറപ്പല്ലേ. സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം ഇവര് കമ്പിളിക്കകത്തുണ്ടെന്ന് കണ്ടുപിടിച്ചത്. വേണ്ട. ആരാ? എവിടെ വീട്? ഈ പൂമാല ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു നാട് എന്നാണെങ്കിൽ ഇവിടെ പിടിച്ച് ആദ്യം കുമ്പസരിപ്പിക്കണം. അതിനെന്താ, വരും, തുടങ്ങാം. അയ്യോ വേണ്ട, പുതിയ അച്ഛന്മാരെ ഒന്ന് കാണാൻ വന്നതാ. എന്നെ അനുഗ്രഹിക്കണം. ഒരു നീണ്ട കുമ്പസാരം തന്നെ വേണ്ടിവരും. ആ, അച്ഛന്മാര് വന്നട്ടെ. ബാബാ, മഴ വന്ന് തോർന്ന പോലെയായി. എന്റെ ഈശോയെ, ദൈവമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോഴും ഇപ്പോഴും എപ്പോഴും എന്താ വല്ലപ്പോഴും കൂടെ പറ. ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ. സ്തുതിയല്ലേ. വയ്യാത്തത് കൊണ്ടാ നേരത്തെ കാണാൻ വരാതിരുന്നത്. പൊറുക്കണം. ഇത് പാപ്പിച്ചായൻ വർഷങ്ങളായിട്ട് പള്ളിമുറ്റത്തിന് താഴെയായിട്ട് കട നടത്തുക. ആയകാലത്ത് പള്ളിക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ സഹായിയായിരുന്നു. ഫോട്ടോ സ്റ്റുഡിയോയും കടയൊക്കെ ആയിട്ട് പള്ളി അടച്ചത് പിന്നെ പാപ്പിച്ചായന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ചേച്ചിയാണെങ്കിൽ തളർന്ന് ഒരേ കിടപ്പ. ഇനിയെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന പോലെ. അയ്യോ, തിരുവസ്ത്രങ്ങളാ, കുറച്ച് പഴക്കമുണ്ട്. പാകമാകുമെന്ന് തോന്നുന്നു. പെട്ടിയും മറ്റും എത്തിയിട്ടില്ല എന്നറിഞ്ഞു. അതാ. വന്നാട്ടെ, ഇങ്ങോട്ട് വന്നാട്ടെ. ആ ശരി. അല്ല, പാപ്പിച്ചേട്ടന്റെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉണ്ടോ?
നമ്മുടെ സാമുവലച്ചന് വേണ്ടി ചെയ്യിപ്പിച്ചതാ. പഴയ ഫാഷൻ. ഈ സ്റ്റോൺ ബട്ടണൊക്കെ വെച്ചിട്ട് കടയിലെ മറ്റ് സാധനങ്ങളെ പോലെ ഇതും ചെതലരിച്ചു കാണുമെന്നാ കരുതിയത്. പക്ഷെ ദൈവാധീനം, കുഴപ്പമൊന്നുമില്ല. ഇനി പാപ്പിച്ചാന്റെ കടയൊക്കെ ഒന്ന് ഉഷാറാവും. ഓ വന്നാട്ടെ. എന്തൊരു ചർച്ച എന്ന് പറയായിരുന്നു. പണ്ടത്തെ ചർച്ച. അതെ അതെ, വന്നട്ടെ വന്നട്ടെ. എന്തൊരു തേജസ്, എന്തൊരു ദൈവിക ഭാവം! അളവെടുത്ത് തയ്പ്പിച്ചതാണെന്നേ തോന്നുന്നു. എങ്ങനെയുണ്ട്? ഈ റോമിൽ അങ്ങനെ ലോഹ പതിവില്ല. ഗബ്രിയേലച്ചൻ പോലും ജീൻസ് ഒക്കെ ഇട്ടാണ് നടക്കാറ്. അല്ലേ ഫാദർ പോൾ? ആരാധനാ സമയങ്ങളിൽ മാത്രം മതിയെന്നേ, വേഷത്തിലല്ലല്ലോ നിങ്ങളുടെ മിടുക്ക്. അല്ലയോ തുമ്മിച്ചല്ലാതെ? ആദ്യമായിട്ടല്ലേ ഞങ്ങളുടെ പള്ളിയിലെ? കൊറേയൊക്കെ കേട്ട് കാണുമില്ലയോ? കേട്ടിരിക്കണു. കേട്ടിട്ടുണ്ട്. എന്നതാ കേട്ടിരിക്കുന്നേ? അത് ഈ പള്ളി ഒരു വലിയ പള്ളിയാണല്ലോ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് ഗബ്രിയേൽ അച്ഛനാണല്ലോ. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലെ ഫാദർ സെബു. കുട്ടന്റെ പേര് സെബു. അതെ, പോർച്ചുഗീസുകാർ പ്രതിഷ്ഠിച്ച സ്വരൂപമാണിത്. പൊന്നിൻ തിരുനാൾ, മാതാവിന്റെ പെരുന്നാൾ. അന്നേ ദിവസം തന്നാലാവുന്ന പൊന്നർപ്പിച്ച് മുട്ടിപ്പായ ഒരു പ്രാർത്ഥനയും ഇതുവരെ കേൾക്കാതിരുന്നിട്ടില്ല മാതാവ്. തഞ്ചാവൂർന്നെത്തിയ ശില്പികൾ തീർത്ത മണിയാ അത്. അസൽ പഞ്ചലോഹ. അതെ അച്ഛാ. വെരി നൈസ്. ഈശോ മിശിഹായ്ക്ക് സുഖം തന്നെയല്ലേ? ഫാദർ പോൾ, റോമിന്ന് ഓരോ പാറ്റകൾ വന്നോളും എന്റെ കഞ്ഞി വീഴാൻ. മണി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അടിക്കുകയില്ല. ചെകുത്താന്റെ വലയിൽ സത്യവാന്റെ നാവൊട്ടിയതുപോലെ പള്ളിയോടൊപ്പം പള്ളിമണിയും നിശ്ചലമായി. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പഴി ചുമക്കുന്ന ദൈവങ്ങളായി ഇവിടെ. എന്റെ മാതാവേ, ഇനി അതെല്ലാം മാറാൻ പോവല്ലേ പാപ്പിച്ചേട്ടാ? അതിനല്ലേ റോമിന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലേ അച്ഛാ? അതെ, എല്ലാം മാറ്റും. അപ്പൊ പിന്നെ വന്ന കാര്യം അങ്ങ് നടക്കട്ടെ, അല്ലയോ തുമ്മിച്ച? ശരിയാ ശരിയാ. എന്നാ പിന്നെ സെബു അച്ഛന്റെ പ്രാർത്ഥന തന്നെ ആദ്യം അങ്ങ് നടക്കട്ടെ. പോരെ അച്ഛൻ? അതെ. എന്നാ പള്ളിയിലേക്ക് കയറാം. ആശാനാണ് ഫാദർ സെബു. അത് ശരിയാ. ഫാദർ പോൾ. യെസ്. ഒരു മിനിറ്റ്. എക്സ്ക്യൂസസ്. എന്താണ്? ഡോഗോപ്പേ, ഞാനെന്ത് പ്രാർത്ഥിക്കാൻ? നീ പോയി പ്രാർത്ഥിക്കാൻ. ഞാനെന്ത് പ്രാർത്ഥിക്കാൻ? രാമരാമ ചൊല്ലാനാ? ആശാനല്ലേ ക്രിസ്ത്യാനി, ചെന്ന് അതങ്ങ് നടത്തും. ക്രിസ്ത്യാനിയൊക്കെ തന്നെ, പക്ഷെ ഒരു പള്ളിയിടക്കാൻ ഞാൻ കാണുന്ന ആദ്യമായിട്ടാ. ബെസ്റ്റ്. ദേ,
ആ ബൈബിൾ എടുത്ത് വായി തോന്നി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്നേ. മതിയല്ലേ? ഭഗവാനെ. ഫാദർ പോൾ, എന്ത് ഭാഷ ഇത്? തെലുങ്കോ? ഈശ്വര. ഫാദർ പോൾ, ഓൾ ദ ബെസ്റ്റ്.